നമസ്കാരം. മകം നക്ഷത്രക്കാരുടെ 2026 ജ്യോതിഷപരമായ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. 2026 മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമായിരിക്കും എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇതൊരു പൊതുഫലപ്രകാരം മാത്രം പരാമർശിക്കുന്ന ഫലമാണ്. ഇവർ 2026 എന്ന ഈ പുതുവർഷത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി ദേവിയെയും ഭജിക്കുന്നത് അവർക്ക് വന്നു ചേരാൻ പോകുന്ന ഈ കാര്യങ്ങൾ അനുകൂലമാകുന്നതിനും വന്നു ചേരുന്ന ദുരിതപൂർണമായ അവസ്ഥകളെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും സഹായകരമാണ്. അതിനാൽ സുബ്രഹ്മണ്യ സ്വാമിയിലും ഭദ്രകാളിയിലും അഭയം പ്രാപിക്കണം. വളരെയധികം പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അനുഭവിച്ച് പോന്നിരുന്നവരാണ് ഇവർ. 2025 എന്ന വർഷവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ദുഃഖങ്ങൾ പലവിധം അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് ഇവർ. എവിടെയും ദുരിതങ്ങൾ മാത്രം. എന്ത് ചെയ്തിട്ടും പ്രശ്നങ്ങൾ മാത്രം അവശേഷിക്കുന്നു. അല്ലെങ്കിൽ രക്ഷപ്പെടുവാനുള്ള ശരിയായ വഴി ലഭിക്കാത്തതായ സാഹചര്യം, മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ സാഹചര്യം, വെല്ലുവിളികൾ, എത്ര തന്നെ ശ്രമിച്ചാലും പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തതായ സാഹചര്യം, ഇത്തരം പല പ്രശ്നങ്ങളും നേരിടുന്നവർ തന്നെയായിരുന്നു മകം നക്ഷത്രക്കാർ. എന്നാൽ ഇനി ഒരല്പം മാറ്റം കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് 2026 എന്ന വർഷവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. ചെറിയ അപകടങ്ങൾ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ചെറിയ അപകടങ്ങൾ വലിയ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതായ സാഹചര്യം. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തുകൊണ്ടു എന്ന് പറയുന്നത് പോലെ അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് വരാം. ശാരീരികപരമായി ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടാനുള്ള സാധ്യത 2026 കാണുന്നു. അതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും പല വിധത്തിലും സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും ഇവർക്ക് വളരെ കൂടുതൽ തന്നെയാണ്. സുഹൃത്തുക്കളിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. പാർട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചതി അല്ലെങ്കിൽ തിരിച്ചടി, നഷ്ടങ്ങൾ, തർക്കങ്ങൾ, അഭിപ്രായ ഭിന്നത എന്നിവ ഉടലെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വരുമാന വർധനവ് വന്ന് ചേരാവുന്ന ഒരു സമയം കൂടിയാണ് 2026. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായ ഉയർച്ച വന്ന് ചേരാവുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുക. തൊഴിൽപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും യൂട്രസ് സംബന്ധമായ ചില അസുഖങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. പിതൃസ്വത്ത് വന്ന് ചേരാവുന്ന ഒരു വർഷമായി തന്നെ 2026 പരാമർശിക്കാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായാണ് എങ്കിലും കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകൾ, തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ ഒരു സമയം തന്നെയാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ശ്രദ്ധ പുലർത്താതിരിക്കരുത് എന്ന കാര്യം ഓർക്കണം. കാരണം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടികൾക്ക് സാധ്യതയുള്ള വർഷം തന്നെയാണ്. കലാ, സാഹിത്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് 2026 പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. പുരസ്കാരങ്ങൾ പോലുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്വീകാര്യത,
വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക, അഭിനന്ദനങ്ങൾ നേടുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. വിദ്യയിൽ അനുകൂലമായ ഒരു സമയം തന്നെയാണ് 2026 പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. അപ്രതീക്ഷിതമായി വിദ്യയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ വന്നു ചേരാം. ആരോഗ്യപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ആശുപത്രിവാസം പോലുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ള വർഷം തന്നെയാണ്. വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കുവാനുള്ള ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണം. സംസാരിച്ച് കാട് കയറുവാനും സംസാരിച്ച് തർക്കങ്ങളിലേക്ക് എത്തിച്ചേരുവാനും സാധ്യത കൂടുതലാണ്. അതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. പ്രത്യേകിച്ചും സംസാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്നതിലൂടെ രോഗമുക്തിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ വന്ന് ചേരാവുന്നതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ ഒരു പരിധിവരെയെങ്കിലും വിജയം കാണുവാനുള്ള സാധ്യതകളുണ്ട്. വിവാഹത്തിൽ കലാശിക്കാം. പ്രണയികൾക്കും വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ സമയം സമ്മാനങ്ങൾ പല വിധത്തിലും ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള വർഷം തന്നെയാണ്. അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കാം. അത് നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങൾ ആകുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നും അർത്ഥമാക്കാം. മറ്റുള്ളവർ പോലും നിങ്ങളെ ബഹുമാനിക്കുന്നതായ സാഹചര്യം, മറ്റുള്ളവരിൽ നിന്നും അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ തിരിച്ചടികൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ് പരമായ ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയമാണ് എങ്കിൽ അതിന് സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നതാണ്. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. അപ്രതീക്ഷിതമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പങ്കാളിയുമായി അനാവശ്യ തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഇത്തരം തർക്കങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാണ്. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. പ്രത്യേകിച്ചും പ്രശ്നങ്ങൾ വലുതാകുന്നതിന് പോലും അത് കാരണമായി തീരാം. അതിനാൽ തുടക്കത്തിൽ തന്നെ അത് ഒഴിവാക്കി രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം. വസ്തുക്കൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ലാഭം അല്പം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒറ്റപ്പെടൽ പല കാര്യങ്ങളിലും അനുഭവപ്പെടുന്ന നിങ്ങൾക്ക് അത് മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സ്നേഹം തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. തീർത്ഥയാത്രയ്ക്ക് യോഗം കാണാവുന്ന ഒരു സമയം തന്നെയാണ്. ക്ഷേത്ര ദർശനം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ധനപരമായ കാര്യങ്ങൾ തടസ്സപ്പെട്ടു നിൽക്കുന്നു എങ്കിൽ അതൊരു പരിധിവരെ നിങ്ങൾക്ക് മാറുവാനും അത് ധനനേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്യാം. അതിനാൽ തടസ്സപ്പെട്ടു എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതായ സാഹചര്യം ഇല്ല എന്ന് തന്നെ അർത്ഥമാക്കാം. അത്തരം കാര്യങ്ങളിൽ ഓർമ്മ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ഉയർച്ചയ്ക്കുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാവുന്നതാണ്. വർഷാദ്യം ഗണപതി ഹോമം നിങ്ങൾ നടത്തണം. അതോടൊപ്പം ഭഗവതി സേവയും നടത്തി നിങ്ങൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഭഗവതി സേവയും ഗണപതി ഹോമവും ഒരുമിച്ച് നടത്തുക.
കൂടാതെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. സാധിക്കാത്തവർ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം മാറ്റി വയ്ക്കുന്നതും അധികം താമസിക്കാതെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി ആ നാണയം ഭണ്ഡാരത്തിൽ സമർപ്പിക്കുവാനും ശ്രമിക്കുക. ഈ വർഷം ഏറ്റവും അനുകൂലമായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദുരിതങ്ങൾ അകലണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ചെയ്യുക. കൂടാതെ ഈ സമയം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് സഹായകരമായി തീരും. ഹനുമാൻ സ്വാമിയെ നിത്യവും നിങ്ങൾ ഭജിക്കുക. ഈ കാര്യങ്ങൾ തീർച്ചയായും ഈ വർഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതുമായ കാര്യങ്ങൾ തന്നെയാകുന്നു. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. ഏവർക്കും ഈ വർഷം ഏറ്റവും ഐശ്വര്യപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.